വെൽക്കം ബാക്ക് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഞാൻ ജസീമിൻ മുഹമ്മദ്. ഒരു മാസത്തിൽ സാലറി കിട്ടിക്കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നമ്മളുടെ പലരുടെയും കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ വണ്ടർ അടിച്ചു പോകും, ദൈവമേ ഈ ക്യാഷൊക്കെ എവിടെയാണ് പോയത് എന്നുള്ളത്, അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആർക്കും ഇല്ലാത്തതുകൊണ്ടാണ്. ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചിട്ട് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. ഇതൊന്നും നമുക്ക് ആർക്കും സ്കൂളിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെ ശരിക്കും സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണത്. നമ്മൾ ഈ ട്രിഗണോമെട്രിയും ഡിഫറൻഷിയേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് ഈ പേഴ്സണൽ ഫൈനാൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പലർക്കും വളരെ നേരത്തെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഈ ഒരു വീഡിയോ മുതൽ നമ്മുടെ ചാനലിൽ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചിട്ടും ക്യാഷ് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വലിയ സീരീസ് ഓഫ് വീഡിയോസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ട പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ചിട്ടും അതിൽ എങ്ങനെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം, എങ്ങനെ ബഡ്ജറ്റ് വെക്കണം തുടങ്ങിയതിനെയൊക്കെ കുറിച്ചിട്ടാണ്. ആൻഡ് ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ കൂടി ഞാൻ പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചു കാണുക. വെൽക്കം ടു JPM ടോക്സ്. പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇന്ന് മുതൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്, എങ്ങനെ ബഡ്ജറ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത്യാവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻസസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് എവിടുന്ന് വരുന്നു, ഈ ക്യാഷൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നിങ്ങൾക്ക് കിട്ടും. രണ്ടാമത് നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കുറക്കാൻ പറ്റും. കാരണം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഈ മാസാവസാനം അല്ലെങ്കിൽ ഒരു പകുതിയൊക്കെ ആകുമ്പോഴേക്ക് തല ചെറിയുന്ന ഒരു അവസ്ഥ നമുക്കൊരു പരിധി വരെ കുറക്കാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതൊരു പക്ഷേ ഒരു വീട് വെക്കുന്നതായിരിക്കാം, ഒരു കാറ് വാങ്ങുന്നതായിരിക്കാം, ഒരു ബൈക്ക് വാങ്ങുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ട്രിപ്പ് അടിക്കുന്നതായിരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് വെക്കാവുന്ന ആഗ്രഹങ്ങളുള്ള പല ഫൈനാൻഷ്യൽ ഗോൾസും കൃത്യമായിട്ടുള്ള ചിട്ടയോടും ഡിസിപ്ലിനോടും കൂടിയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് ബഡ്ജറ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ഒരു മന്ത് അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് എത്രയാണ് ഇൻകം വരുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഏകദേശം ഒരുപക്ഷെ നിങ്ങളുടെ സാലറി ആയിരിക്കാം, നിങ്ങൾക്ക് എക്സ്റ്റേണലി വരുന്ന വേറെ എന്തെങ്കിലും വരുമാനമായിരിക്കാം. ഇതാണ് നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെൻസസ് നിങ്ങൾ ഇന്ന് മുതൽ ട്രാക്ക് ചെയ്യണം. എക്സ്പെൻസ് വരുന്നത് നമ്മുടെ ഫുഡ്, നമ്മുടെ വീടിന്റെ റെന്റ്, അല്ലെങ്കിൽ വീട്ടിൽ വേണ്ടിയിട്ടുള്ള ചെലവുകൾ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ, പിന്നെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നത്, നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്, ഇങ്ങനത്തെ ഒക്കെ നമ്മുടെ എക്സ്പെൻസസിൽ വരും. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് മുതൽ നിങ്ങളുടെ ഇൻകമും എക്സ്പെൻസസും നിങ്ങൾ ഡെയിലി ട്രാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഇഷ്ടംപോലത്തെ ആപ്സ് നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഐ സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ആപ്സ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് വീക്കിലി നിങ്ങളുടെ എക്സ്പെൻസസ് നിങ്ങൾ റിവ്യൂ ചെയ്യുക. എവിടെയാണ് കൂടുതൽ ക്യാഷ് പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ തീരെ കുറഞ്ഞ് സ്പെൻഡ് ചെയ്യുന്നത് എവിടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ നെക്സ്റ്റ് വീക്കൊക്കെ പ്ലാൻ ചെയ്യാൻ. ഇതൊരു കൃത്യമായിട്ടൊരു 1 മന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വരും മാസങ്ങളിൽ എങ്ങനെ കൃത്യമായിട്ട് ക്യാഷ് എവിടെയൊക്കെ ഉപയോഗിക്കണം, എവിടെ ഓവർ സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ധാരണ നിങ്ങൾക്ക് തന്നെ വന്നു തുടങ്ങും. കുറച്ചൊക്കെ ക്യാഷ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പലരും ഓവർ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. ഉള്ള ഹോട്ടലുകളിലൊക്കെ കയറി ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ തുടങ്ങും. ഭയങ്കര ഓവർ സ്പെൻഡിങ് ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് ഓവർ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബഡ്ജറ്റിങ്ങിലൂടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും അധികം ക്യാഷ് നമുക്ക് പോകുന്നത് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ സിസ്റ്റത്തിലൂടെയൊക്കെ ആയിരിക്കും. അത് ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. പ്രോപ്പറായിട്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ക്രെഡിറ്റ് റിവാർഡ് പോയിന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു ടൂൾ തന്നെയാണത്. ക്രെഡിറ്റ് കാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 എഡ്ജഡ് സ്വോർഡാണ്. നമ്മളെ അത് ദരിദ്രനാക്കും, നമുക്ക് ഒരുപാട് ഹെൽപ്പും ചെയ്യും. സോ അത് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട രീതിയെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് വലിയ അറിവുകളില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പതുക്കെ ഒന്ന് കുറക്കുക. എന്നിട്ട് ഇൻസ്റ്റന്റ് ക്യാഷ് ആയിട്ടോ ഡെബിറ്റ് കാർഡ് ആയിട്ടോ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചെലവുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് സേവിങ്സ്. അപ്പോൾ ഇന്ന് മുതൽ
നിങ്ങൾ സേവിങ്സിന് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. അത് ഒരു ഫ്രീ അക്കൗണ്ട് എടുക്കുന്നതായിരിക്കാം. അതായത് നിങ്ങൾക്കൊരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം സേവിങ്സ് ആയിട്ട് അതിലേക്ക് പോകണം. ആ ഒരു സേവിങ്സ് പിന്നെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് നമുക്ക് പിറകെ ചെയ്യാം. സോ ഇപ്പോൾ നിങ്ങൾ ഒരു കിട്ടുന്ന ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ഇൻകം നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഈ സേവ് ചെയ്യുന്ന പണം നമുക്ക് എമർജൻസീസിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും വേണം. ഈ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ലോകത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗോൾഡൻ റൂള് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. 50-30-20 റൂൾ. 50-30-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും 30% നിങ്ങളുടെ വാണ്ട്സിന് വേണ്ടിയിട്ടും 20% നിങ്ങളുടെ സേവിങ്സിന് വേണ്ടിയിട്ടും. കൃത്യമായിട്ട് പറഞ്ഞുതരാം. 50% വരുന്നതാണ് നിങ്ങളുടെ ഫുഡ്, വീട്ടിന്റെ വാടക, അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ചെലവുകൾ, നിങ്ങളുടെ പെട്രോൾ ക്യാഷ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻകം, പിന്നെ മിനിമം ഡെപ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 50% ഉൾപ്പെടുത്താം. 30% ഉള്ളതാണ് നിങ്ങൾ ഈ പുറത്ത് പോയിട്ട് ഫുഡ് അടിക്കുന്നത്, പിന്നെ നിങ്ങളുടെ ഹോബീസിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്നത്, ചെറിയ ട്രിപ്പ് പോകുന്നത്, സിനിമക്ക് പോകുന്നത്, ഫുഡ് ട്രീറ്റ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള പുതിയ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങുന്നത്, പുതിയ ഈ ഒക്കേഷന് വേണ്ടി ഷൂ വാങ്ങുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോൺസിലേക്ക് വെക്കാം. ഇനി 20% ഫിക്സ്ഡ് എമൗണ്ട് നിങ്ങൾ ഇന്ന് മുതൽ ഇൻകം വന്നു കഴിഞ്ഞാൽ സേവ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കഡ് ആയിട്ട് ഒരു അക്കൗണ്ടിലേക്ക് തന്നെ പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി ഈ ഒരു 80% ഓഫ് മണി എങ്ങനെ ചെലവാക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി. ഈ രീതിയിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി നമുക്ക് പേഴ്സണൽ ഫൈനാൻസ് എന്നുള്ള മേഖലയിലേക്ക് കിടക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പുതിയ ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് വിശദീകരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം. പേഴ്സണൽ ഫൈനാൻസിൽ നമ്മൾ മാസ്റ്റർ ആണോ? സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.